നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നത് ആരാണ്, നിങ്ങളെക്കുറിച്ചുള്ള എന്ത് ഓർമ്മകളാണ് അവരിൽ ഉള്ളത്, എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കാനുള്ള കാരണം തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് മാനസികമായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഓർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരിക്കൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ച വ്യക്തി ആയതുകൊണ്ടാണ്. നിങ്ങൾ അവർക്ക് നൽകിയ പിന്തുണയും സഹകരണവുമൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴും വളരെ വിലപ്പെട്ടതായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ബന്ധം അവരുടെ ജീവിതത്തിന് ഒരു വളർച്ചയും പ്രചോദനവുമൊക്കെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കാണുന്നതും അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും നിങ്ങളായിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി പാസ്റ്റിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അവരെ വല്ലാതെ അത് ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ മാനസികവും ഉത്തരവാദിത്തപരവുമായിട്ടുള്ള ഒരു ഭാരം ഏറ്റെടുത്തിരിക്കുന്നതായിട്ടാണ് 10 ഓഫ് വാൺസ് പറയുന്നത്. പക്ഷേ ഇത്രയും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആ ഒരു സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ നിന്നും മായുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ തന്നെ ആയിരിക്കാം ഒരു ഭാരം പോലെ അവരെ ഇപ്പോൾ വഹിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആവാം. എന്തായാലും ഒരിക്കൽ ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയ ആ ഒരു പ്രാധാന്യം വളരെ വലുതായതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോഴുള്ള ആ ഒരു വലിയ ഭാരത്തിനിടയിലും നിങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും മാറാതെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അവർ നിങ്ങളുടെ ഓർമ്മകളെ വിട്ട് മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓർമ്മകൾ അവരെ വിടാതെ പിന്തുടരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ ഭാരം ഇന്നും അവരെ വിടാതെ പിന്തുടരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് ഒരിക്കൽ നിങ്ങൾ അവർക്ക് കൊടുത്ത ദയ, പിന്തുണ, കരുതൽ ഇവയൊക്കെ ഈ വ്യക്തി ഇപ്പോഴും നന്ദിയോടെ ഓർക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകൾ മറക്കാൻ കഴിയാത്ത രീതിയിൽ അവരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്ന വ്യക്തി നിങ്ങളാണെന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളിൽ നിന്നും അവർക്ക് കിട്ടിയ ആ ഒരു പിന്തുണ മറ്റാരിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മാനസികമായിട്ടുള്ള പിന്തുണയും സഹായവും കരുതലുമൊക്കെ വളരെ ആഴത്തിലുള്ള ഓർമ്മകളായിട്ടാണ് ഇപ്പോഴും അവരിൽ അവശേഷിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ മാന്യനും വിശ്വാസയോഗ്യനുമാണെന്ന്, ഉറച്ച നിലപാടുള്ള ഒരു ആളാണെന്ന്, അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകിയിരുന്നു എന്ന്. അതായത് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ അവർക്കൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു, ശാന്തവും സ്ഥിരതയുമുള്ള ഒരു സ്വഭാവമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും അവർ നിങ്ങളെ ബഹുമാനത്തോടെ ഓർക്കുന്നതും അവരുടെ ഓർമ്മയിൽ നിന്നും നിങ്ങൾ മായാതെ നിൽക്കുന്നതും. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ബുദ്ധിയും സത്യസന്ധവുമായിട്ടുള്ള ഒരു ആളാണെന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ അവർക്ക് നൽകിയിരുന്ന പക്വതയോടെയുള്ള ഉപദേശങ്ങൾ, ക്ലാരിറ്റി, നിങ്ങളുടെ ശരിയായ രീതിയിലുള്ള സംസാരം ഇവയൊക്കെ ഇന്നും അവരുടെ മനസ്സിൽ ഒരു ഇടം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ
ഇത് ഹീറോഫൻ്റ് പറയുന്നത്, നിങ്ങളുമായി ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അവർക്ക് വളരെ ഗൗരവമുള്ള, വളരെ അർത്ഥവത്തായ ഒരു ബന്ധമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെന്ന വ്യക്തിയിലൂടെ അവർ ജീവിതത്തിൽ പലതും പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശരിക്കും അവർക്കൊരു മാർഗനിർദ്ദേശിയായിരുന്നു. നിങ്ങളവർക്ക് മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒരു മാർഗനിർദ്ദേശിയായിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ബഹുമാനം എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ദ ഹാങ്ഡ് മാൻ്റെ എനർജി പറയുന്നത്, ഈ വ്യക്തി ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഓർമ്മകളെ വിട്ടു പോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ശരിക്കും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്ന് നിൽക്കുകയാണെങ്കിലും നിങ്ങളെന്ന വ്യക്തിയെ, നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ ഇപ്പോഴും അവർക്ക് വിട്ട് കളയാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി ശരിക്കും പാസ്റ്റിൽ നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം നിലനിർത്തിയിരുന്ന, മാനസികമായിട്ട് നിങ്ങളുമായി വളരെയധികം അടുപ്പം ഉണ്ടായിരുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെയോ ഒക്കെ ഫലമായിട്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ളത്. പക്ഷേ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ വളരെ ആഴത്തിൽ തന്നെ പല കാരണങ്ങളുടെ പേരിൽ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരിക്കൽ നിങ്ങൾ അവർക്ക് നൽകിയ സഹായവും ഉപദേശവും കരുതലും സ്നേഹവും അതുപോലെ തന്നെ പിന്തുണയും ഒക്കെയാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിന്നും നിങ്ങളെ മായ്ക്കാൻ കഴിയാത്തതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളും അവരെക്കുറിച്ചും അവരുടെ ഓർമ്മകളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. നിങ്ങൾ നൽകിയ സ്നേഹവും സത്യസന്ധതയുമൊക്കെ വിലപ്പെട്ടതാണ്. അതിനാൽ തന്നെ പഴയ ഓർമ്മകളെയൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും സ്ഥിരതയും നൽകുന്ന വഴിയിലേക്ക്, ബന്ധത്തിലേക്ക് നിങ്ങൾ നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.